എല്ലാ കൂട്ടുകാർക്കും കാർ ക്ലിനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് വലിയ വണ്ടികൾ, അതായത് ചേസ് ഉള്ള വണ്ടിയിൽ അതിന്റെ എന്തൊക്കെ സാധനങ്ങൾ, അതായത് നമ്മള് പുറമേ കാണുമ്പോൾ തിരിയുമില്ല നമുക്ക് അതിന്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മളിപ്പം ചേസിസില് ജസ്റ്റ് എല്ലാ ഭാഗങ്ങളും പിടിപ്പിച്ച ഒരു വണ്ടി പരിചയപ്പെടുവാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഇങ്ങനെ ചേസിസ് കണ്ടാൽ ഒറ്റ രീതിയിൽ മനസ്സിലാവില്ല. നമ്മൾ കൂടുതൽ ജീപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്തായാലും ഇത് സുമോയാണ്, ടാറ്റ സുമോയാണ്. അത് 407 എഞ്ചിൻ വന്ന ടൈപ്പ്, ഏറ്റവും ടാറ്റയുടെ ഏറ്റവും നല്ല സൂപ്പർ എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുന്ന എഞ്ചിനാണ് 407 407 ടൈപ്പ് എഞ്ചിന്. ആ വണ്ടിയുടെ എഞ്ചിനും അതിന്റെ ഭാഗങ്ങളും സസ്പെൻഷനും കാര്യങ്ങളും എല്ലാമാണ്. എന്നാൽ ഈ ചേസിസുള്ള എല്ലാ വണ്ടിക്കും, ഇപ്പൊ ഈ കിടക്കുന്ന ഇനോവ ആയിക്കോട്ടെ, എല്ലാ വണ്ടിക്കും ഇതിന്റെ ഫിറ്റിങ് ബോഡിയിലേക്ക് വരുന്ന, ചേസിൽ നിന്നാണ് ബോഡിയിലേക്ക് ഫിറ്റിങ് വരുന്നത്. ഈ ടൈപ്പ് സസ്പെൻഷൻ ആണ് എല്ലാ വണ്ടിക്കും വരുന്നത്. ഇപ്പൊ ഇനോവ എല്ലാ കാര്യങ്ങളും കുറച്ച് ഭാഗങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഒരേ ടൈപ്പ് ആണ് വരുന്നത്. അതായത് റിയർ ഇനോവയുടെ ഒക്കെ സസ്പെൻഷൻ ഫ്രെയിം കാര്യങ്ങൾ ലീഫ് അല്ല, അങ്ങനത്തെ ഒക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം മിക്ക സാധനങ്ങളും അതായത് പാർട്സുകളും സെയിം ആണ്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇപ്പം ഇങ്ങനെ അഴിച്ചു വെച്ചത് കൊണ്ട് തന്നെ എഞ്ചിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് ഫ്രെയിമിൽ എങ്ങനെയാണ് ഇതൊക്കെ പിടിപ്പിച്ചേക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ ഒന്ന് നോക്കാം. അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന്. നമ്മുടെ ഈ സസ്പെൻഷൻ ഫ്രെയിമിലാണ് എഞ്ചിന്, ഗിയർ ബോക്സ്, ഹൗസിങ്, ഷാഫ്റ്റ്, ലീഫ് കാര്യങ്ങളെല്ലാം പിടിപ്പിക്കുന്നത്. അതായത് ഈ സസ്പെൻഷൻ ഫ്രെയിം എന്ന് പറയുന്ന കാര്യത്തിലാണ് എല്ലാ സംഭവവും പിടിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരാം. ഇതിപ്പം എഞ്ചിന്റെ പകുതി അയച്ചു വെച്ചേക്കുവാണ്, ഇപ്പൊ ഹെഡ് അയച്ചു വെച്ചേക്കുവാണ്. ഇത് പിസ്റ്റൺ ആണ്. ഈ നമ്മൾ ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 4 സിലിണ്ടർ ആണ് വരുന്നത്. അതിന്റെ പിസ്റ്റണ് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ ഇത് വാട്ടർ പമ്പാണ് ഈ കാണുന്നത്. വാട്ടർ പമ്പിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഫാന്, അതായത് ചൂട് കുറയ്ക്കാനുള്ള മെയിൻ സംഭവമാണ് ഫാന്. അത് ഡയറക്റ്റ് ആണ് വരുന്നത് ഈ വണ്ടിക്ക്. അത് ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് പമ്പ് കാണാം, പമ്പ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ഹെഡ് വരുന്നതുകൊണ്ട് എല്ലാം ഊരി വെച്ചേക്കുവാണ്. ലിഫ്റ്റ് പമ്പ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. എണ്ണയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് അടിക്കുന്നത് ഇതിൽ നിന്നാണ്. അതുപോലെ പവർ സ്റ്റിയറിംഗിന്റെ മോട്ടറാണ്, ഇതും ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. ഇത് ഊരി വെച്ചേക്കാണ്. മെയിനായിട്ട് വരുന്ന സംഭവമാണ് പവർ സ്റ്റിയറിംഗിന്റെ മോട്ടറാണ്. ഇതിന് മുകളിലായിട്ടൊരു ക്യാൻ ഉണ്ടാവും, നമ്മൾ പവർ സ്റ്റിയറിംഗിന്റെ ഓയിൽ ഒഴിക്കുന്നത്. അത് നേരെ ബോക്സിലോട്ട് പോകുന്നു. ബോക്സിൽ നിന്നാണ് നമ്മുടെ പവർ എടുത്തിട്ട് വീലിനെ തിരിക്കുന്നത്. അങ്ങനെയാണ് പവർ സ്റ്റിയറിംഗ് വർക്കാവുന്നത്. അതുപോലെ നമുക്കിപ്പം അത് ഈ സൈഡില് അതുപോലെ ഡൈനാമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൈനാമോ കാര്യങ്ങൾ, സ്റ്റാർട്ടർ ഇതിന്റെ വലുതാണ് വരുന്നത്. സ്റ്റാർട്ടർ ഈ സൈഡിലാണ് വരുന്നത്. നമ്മൾ സസ്പെൻഷന്റെ കാര്യങ്ങൾ, ഇത് ഇനോവ ഇപ്പം നമ്മളാ കണ്ട വണ്ടി എല്ലാം ഈ സിസ്റ്റത്തിലാണ് വരുന്നത്. പക്ഷെ പുറകുവശത്തിൽ മാത്രമേ ഇനോവയുടെ സസ്പെൻഷന് വ്യത്യാസം വരുന്നുള്ളൂ. ഇത് ലീഫാണ് വരുന്നത്, മറ്റേ ഡെഡ് ആക്സിൽ ടൈപ്പ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതാണ് അപ്പറാം ബോൾ ജോയിന്റ് എന്ന് പറയുന്ന സംഭവം. അപ്പറാം, ലോവറാം. അതിന് ഒരു ഷോക്ക് ആബ്സർ വരുന്നുണ്ട്, കോയിൽ സ്പ്രിങ് വരുന്നുണ്ട്, ഷോക്ക് ഇത്, അതിൻ്റെ സ്പ്രിങ് ഇത്. അതുപോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാലൻസ് റാഡും വരുന്നുണ്ട്. അന്നേരം ഈ ഷോക്ക് പുഷ് സ്റ്റെബിലിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ ഈ എൻഡ് പോയിട്ടുണ്ടെങ്കിലുമാണ് കൂടുതൽ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ സസ്പെൻഷൻ്റെ ബുഷ് കിറ്റ് എന്ന് പറയുന്നത് ഇതിലാണ് വരുന്നത്. മൊത്തത്തിൽ ഇത് 2 ബുഷും പിന്നെ അടിവശത്ത് 2 ബുഷും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു സൈഡിൽ 4 ബുഷ് സസ്പെൻഷൻ ബുഷ് വരുന്നുണ്ട്. അതുപോലെ അപ്പറാമെൻറ്റും ലോവറാമെൻറ്റും അതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇത് പിസ്റ്റൺ ടൈപ്പ് ആയതുകൊണ്ട് കാലിപ്പർ ടൈപ്പാണ് വരുന്നത്. ഡ്രം ബ്രേക്കാണ് പുറകെ വരുന്നത്.
അതാണ് എഞ്ചിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സിസ്റ്റം വരുന്നത്. അതുപോലെ നമ്മൾ ബോഡി ഇരുത്തുന്ന സംഭവമാണ് ഈ ചേസിന്റെ ഫ്രെയിം. ഇതിന് ബുഷ് വരുന്നുണ്ട്. ബുഷ് കാര്യങ്ങളും വരുന്നുണ്ട്, അതെല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ സ്റ്റിയറിംഗിന്റെ സിസ്റ്റം മൊത്തം ഇവിടെ വരുന്നുണ്ട്. സ്റ്റിയറിംഗിന്റെ എൻഡ്, സെൻട്രാം ബുഷ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ വിവിധ സാഹചര്യം, അതായത് എഞ്ചിന്റെ ഓരോ നമ്മൾ 1, 2, 3 ഗിയർ ഓരോ അനുപാതത്തിനനുസരിച്ച് എഞ്ചിൻ പവറിനെ വീലിലേക്ക് എത്തിക്കുന്ന സംഭവമാണ് ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പവർ അനുസരിച്ച്, ഓരോ പവറിനനുസരിച്ച് അത് എഞ്ചിന്റെ പവറിനെ വീലിലോട്ട് എത്തിക്കുക എന്നാണ് ഗിയർ ബോക്സിന്റെ ധർമ്മം എന്ന് പറഞ്ഞത്. ഗിയർ ബോക്സിൽ നിന്ന് നേരെ നമുക്ക്, അതായത് വീലിലോട്ട് പോകുന്ന, അതായത് റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിവേഴ്സൽ ജോയിന്റ് പ്രൊപ്പലർ ഷാഫ്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് നേരെ നമ്മുടെ ഹൗസിങ്ങിലോട്ട് പോയിട്ടാണ് നമ്മുടെ വീല്, പുറകിലെ വീല് കറങ്ങുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് ഹൗസിങ്. അതുപോലെ പ്രൊപ്പലർ ഷാഫ്റ്റ് കാര്യങ്ങൾ ഇതാണ്. ഇതിന് ജോയിന്റ് സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ കംപ്ലൈന്റ് വരുന്നത്, ജോയിന്റ് സ്റ്റാർ കാര്യങ്ങൾ. അതുപോലെ യോക്കർ ടീത്ത് കാര്യങ്ങളൊക്കെ. അതുപോലെ മൗണ്ടിങ്, ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എഞ്ചിനും ഗിയർ ബോക്സിന്. ഗിയർ ബോക്സ് ഫൗണ്ടേഷൻ ഇവിടെയുണ്ട്, അതുപോലെ എഞ്ചിൻ ഫൗണ്ടേഷൻ ഉണ്ട്. എല്ലാ വണ്ടിക്കും ആ സിസ്റ്റം ഉണ്ട്. വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്, മൗണ്ടിങ് എന്ന് പറയും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയുടെ ഇവിടെയും ബുഷ് വരുന്നുണ്ട്. ഇതുപോലത്തെ ബുഷ് വന്നാൽ മാത്രമേ ബോഡി ആയിട്ടുള്ള, അതായത് നമ്മൾ ഇരുമ്പും ഇതാകുമ്പോൾ പ്രശ്നങ്ങൾ വരും, കമ്പനം കൂടുതൽ വരും. അതൊക്കെ അനുപാതത്തിലാക്കാൻ വേണ്ടിയാണ് ഈ സിസ്റ്റം കൊടുക്കുന്നത്. ഇതിനൊക്കെ ഓരോ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ, ഇപ്പം ഈ യോക്കർ ടീത്ത്, അതുപോലെ ജോയിന്റ് സ്റ്റാർ, എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതുപോലെ ഹൗസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇപ്പം മാരുതിയുടെ വണ്ടിയാണെങ്കിൽ ഒമിനി, ചെറിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒമിനിക്ക് എല്ലാം ഹൗസിംഗ് വരുന്നുണ്ട്. അതിന് വീൽ സൈഡ് 2 ബിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഹൗസിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വലിയ ഹൗസിംഗ് ആണ്. അതിൻ്റെ അകത്ത് ക്രൗണ്, സൺ ഗിയർ, സ്റ്റാർ ഗിയർ, അങ്ങനെ പല ബിയറിങ്ങുകളും വരുന്നുണ്ട്. അത് കറക്റ്റ് ഓയില് കാര്യങ്ങൾ ഈ ഹൗസിങ്ങിന്റെ ഉള്ളിൽ നമ്മളിപ്പം മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ഇങ്ങനത്തെ വണ്ടികളുള്ളവർക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഹൗസിംഗ് ഓയിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിന് ഗിയർ ഓയിൽ വരുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട്. പിന്നെ പവർ സ്റ്റിയറിംഗ് ഉള്ളൊരു വണ്ടിക്ക് പവർ സ്റ്റിയറിംഗിന്റെ ഓയിൽ, ബ്രേക്ക് ഓയിൽ, ഇത്തരം ഓയിലുകളാണ്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഹൗസിങ്ങിന്റെ ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ ഹൗസിംഗ് ഓയിൽ, ഗിയർ ഓയിലൊന്നും നോക്കുന്നില്ല. ഗിയർ ഓയിലിൽ കുറച്ച് കട്ടിയൊക്കെ കൂടിയാലും വലിയ വിഷയങ്ങൾ വരുമില്ലെങ്കിലും ഹൗസിംഗ് ഓയിൽ ഒന്ന് ശ്രദ്ധിക്കണം. മൂളിച്ച കാര്യങ്ങളൊക്കെ വന്നാലും അത് സെറ്റാക്കാനും എല്ലാം ബിയറിങ്ങും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ബിയറിങ് 2 ആക്സിൽ ബിയറിങ് വരുന്നുണ്ട് 2 സൈഡിലും. അതിന്റെ കോണ് വരുന്നുണ്ട്, സീല് വരുന്നുണ്ട്. ഇതൊക്കെ പൈസ കോസ്റ്റ്ലി ആണ്. അതുപോലെ റിയർ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇത് ലീഫ് ടൈപ്പ് ആണ് വരുന്നത്. ലീഫ് ടൈപ്പ് വരുമ്പം കൂടുതലായിട്ട് നമുക്ക് കുറച്ച് ചാട്ടവും കുലുക്കങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചാട്ടവും കുലുക്കങ്ങളൊക്കെ വരും. മറ്റേ ഇനോവ കാര്യങ്ങളൊക്കെ സാധാ ഡെഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ കോയിൽ സ്പ്രിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിനും ഷോക്ക് അബ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യു ക്ലാമ്പ് കാര്യങ്ങളൊക്കെയാണ്. ലീഫിന് കൂടുതൽ എനിക്ക് തോന്നുന്ന കംപ്ലൈൻസുകൾ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ലീഫിന് ഫ്രണ്ടിലും പുറകിലുമായിട്ട് ലീഫിന്റെ ബുഷ് വരുന്നുണ്ട്, ബുഷ് ഐറ്റം ഒക്കെ വരുന്നുണ്ട്. മറ്റേ ടൈപ്പ് ആകുമ്പം നമുക്ക് ബുഷൊക്കെ അത്ര തേയ്മാനം കുറവാണ്. ഇത്ര കാലങ്ങൾ കൂടുമ്പോൾ മാത്രമേ മാറ്റേണ്ടി വരുള്ളൂ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. അതിന്റെ നമ്മൾ ഊരി വെച്ചേക്കുവാണ്. ഡീസൽ ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ ഇവിടെ നിന്നാണ് നേരെ ടാങ്കിലോട്ട് വന്ന് ടാങ്കിന് നേരെയാണ് പോകുന്നത്. ഒരു ഫിൽറ്റർ വരും, അതിന് നേരെ പമ്പ്, ലിഫ്റ്റ് പമ്പും പമ്പിലോട്ടും എല്ലാം പോകുന്നത്. അങ്ങനെയാണ് ഇത്രയും ലോങ് ആയിട്ടാണ് വരുന്നത്. എഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതന്നേരം നമുക്ക് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. എഞ്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അതുപോലെ തന്നെ ഇത് ഗിയർ ബോക്സ് ആണ്. എഞ്ചിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ ബോക്സിന്റെ ഇടയ്ക്ക് ക്ലച്ച് വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് ക്ലച്ച് കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് അത് കാണാൻ പറ്റും. അതിന്റെ പ്രഷർ പ്ലേറ്റ്, റിലീസ് വയറിംഗ് എല്ലാം ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. അതുപോലെ ക്ലച്ചിന്റെ സിലിണ്ടർ കാര്യങ്ങൾ, 2 സിലിണ്ടർ ഉണ്ടാവും ക്ലച്ചിനെ തള്ളാൻ വേണ്ടി. സിലിണ്ടർ ഒന്ന് ഗിയർ ബോക്സിലും, ഇതൊക്കെ വെളിയിലാണ് വരുന്നത്. ഇതൊക്കെ മാറ്റാൻ എളുപ്പമാണ്. നേരെ വെച്ച് സ്വിഫ്റ്റ് അതുപോലെയുള്ള വണ്ടിക്ക് സിലിണ്ടർ ഉള്ളിലാണ് വരുന്നത്. അങ്ങനത്തെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സിലിണ്ടർ മാറ്റണമെങ്കിലും ഗിയർ ബോക്സ് ഊരേണ്ടി വരും. ഇതിന്റെ പുറത്താണ് ഇങ്ങനത്തെ ഇനോവ കാര്യങ്ങളെല്ലാം സിലിണ്ടർ പുറത്താണ് വരുന്നത്. സൈലൻസർ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ സൈലൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൾട്ടോയ്ക്ക് വരെയും 2 പീസായിട്ടാണ് സൈലൻസർ വരുന്നത്.
അതുപോലെ ഇത്ര ലോങ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒറ്റ സൈലൻസർ അല്ല കമ്പനി കൊടുക്കുന്നത്. ഒറ്റ സൈലൻസർ ഗിഡ് അതുപോലത്തെ വണ്ടിക്കൊക്കെ വരുന്നുണ്ട്. അത് ഊരിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പം ഓരോ പീസായിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. ഇതിപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ പുറകിലും ഒരു പീസ്, പിന്നെ ഇവിടെ അയക്കുന്ന അതേ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഓരോ പീസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ സൈലൻസറും അങ്ങനെയാണ് വരുന്നത്. അതുപോലെ നമ്മളിപ്പം വർക്ക്ഷോപ്പിൽ ചെന്ന ഒരു പീസ് പൊട്ടി സൈലൻസർ പോയിട്ട് നമ്മൾ മാറ്റിയിട്ട് പിന്നെ അത് പോയ സൈലൻസർ മൊത്തത്തിൽ കൂട്ടാൻ പറ്റില്ല. ഓരോ പാർട്ടായിട്ടാണ് സൈലൻസർ മിക്ക വണ്ടിക്കും വരുന്നത്. നമ്മളിപ്പം ഫ്രണ്ട് പീസ് വെൽഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് വന്നാൽ അത് പുറകുവശം ആയിരിക്കണമെന്നുണ്ട്. ഫ്രണ്ടും 2 പീസ് വരുന്നുണ്ട്. അതെല്ലാവർക്കും മാറുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഏകദേശം നമ്മളിപ്പം ഫ്രെയിമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. സിമ്പിളായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാ പാർട്ടുകളും എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ ഇത് ഫ്രണ്ട് ബ്രേക്ക് പാഡ് സിസ്റ്റമാണ്. അതായത് പുറകെ ഡ്രമ്മും ഫ്രണ്ടിൽ കാലിപ്പർ ബ്രേക്ക് പാഡ് സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് ബ്രേക്ക് എഫിഷ്യൻസി കൂടുതലാണ്. പഴയ ഒമിനി അതുപോലെയുള്ള വണ്ടിക്കൊക്കെയാണ് ഡ്രമ്മ് വരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം വേറെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹെഡ് മുകളിലാണ് വരുന്നത്. ഹെഡിൻ്റെ മുകളിലാണ് ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം വരുന്നത്. വാൾ കവർ കാര്യങ്ങളൊക്കെ. എഞ്ചിന് ഏകദേശം വലിയ ഹൈറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഫുൾ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എഞ്ചിൻ്റെ ഫുൾ ഫിറ്റിങ്ങും ഇതേ സിസ്റ്റമാണ് ഈ കാണുന്നത്. ഫാന് കാര്യങ്ങൾ. ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഹെഡിൻ്റെ പകുതി അഴിച്ച ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇന്നോവയുടെ ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഈ സൈഡുമാണ്. അതുപോലെ നമ്മൾ മറ്റേ വണ്ടി കാണാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ടർബോ എല്ലാം നമ്മൾ അതിൻ്റെ ഊരി വെച്ചാണ്. ടർബോ കാര്യങ്ങളും അതിനുമുണ്ട്. ഭാഗങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഇന്നോവയുടെ വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പമ്പ് കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു സിസ്റ്റം തന്നെയാണ് വരുന്നത്. കമ്പനിക്ക് അനുസരിച്ച മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വീലിൻ്റെ ബിയറിങ് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടിലെ ഇങ്ങനത്തെ ഈ മോഡൽ വണ്ടിക്കെല്ലാം ബിയറിങ്, ഇന്നോവയ്ക്കൊക്കെ സിംഗിൾ ബിയറിംഗ് ആണ്, മറ്റേത് ഡബിൾ ബിയറിംഗ് ആണ്. ഇതും ഇടയ്ക്ക് നമുക്ക് ഗ്രീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് കറക്റ്റ് വരുള്ളൂ. അതുപോലെ ഏത് വണ്ടി ഉള്ളവരാണെങ്കിൽ അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ വീലിന്റെ ഷെയ്ക്ക് കാര്യങ്ങൾ, അതായത് 2 ടൈപ്പിൽ ഷെയ്ക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഷെയ്ക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അലൈൻമെന്റ് ചെയ്താൽ മാത്രമേ അലൈൻമെന്റ് ചെയ്തതിന് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഷെയ്ക്ക് ഏത് അലൈൻമെന്റ് ഷോപ്പിൽ പോയാലും വീലിന്റെ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അലൈൻമെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിലാണ് ടയർ തീരുമാനം വരുന്നത്. അലൈൻമെന്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമല്ല, ഷെയ്ക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ എത്ര അലൈൻമെന്റ് കറക്റ്റ് ചെയ്താലും അത് കറക്റ്റ് ആവില്ല. വീൽ ഓടുമ്പോൾ അതിന് പ്രശ്നങ്ങൾ വരാം. അതും ശ്രദ്ധിക്കണം വണ്ടിയുള്ളവർ. ഏകദേശം രൂപങ്ങൾ, എഞ്ചിന്റെ ഭാഗങ്ങളെ പറ്റി നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ പാർട്ടിനെ പറ്റിയും മനസ്സിലായെന്ന്. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ ഭാഗങ്ങളാണ് ഇത്. എഞ്ചിൻ ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് എല്ലാ വണ്ടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യങ്ങൾ. എഞ്ചിൻ ഓയിൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗിന്റെ ഓയിൽ വരുന്നുണ്ട്, ബ്രേക്ക് ഓയിൽ വരുന്നുണ്ട്, ക്ലച്ച് ഓയിൽ വരുന്നുണ്ട്. ക്ലച്ച് ഓയിലും ബ്രേക്ക് ഓയിലും സെയിമാണ് വരുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഓയിൽ, ഹൗസിംഗ് ഓയിൽ, ഇത്തരം ഓയിലുകൾ വരുന്നുണ്ട്. ഇപ്പം സാധാ ഒരു ആൾട്ടോ അങ്ങനത്തെ വണ്ടിയാണെങ്കിൽ പവർ സ്റ്റിയറിംഗിന്റെ ഓയില് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നത് ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ, ഏകദേശം 3 ഓയിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇതുപോലെ വലിയ വണ്ടി വരുമ്പോൾ മാത്രമാണ് പവർ സ്റ്റിയറിംഗിന്റെ ഓയില്, ക്ലച്ച് ഓയില് അങ്ങനത്തെ സെപ്പറേറ്റ് വരുന്നത്. ഓയിൽ ക്ലച്ചിന് വരുന്നത് ഓരോ വണ്ടിക്കും ഓരോ അനുസരിച്ച്. മാരുതിയുടെ എനിക്ക് തോന്നുന്നു എസ്റ്റീം പോലുള്ള വണ്ടിക്ക് ഇങ്ങനത്തെ സിസ്റ്റം വരുന്നുള്ളൂ. ഓയിലുകൾ കാര്യങ്ങൾ കൂടുതൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം മാരുതിയുടെ വണ്ടികളും സ്റ്റിയറിംഗ് ആയിക്കോട്ടെ എല്ലാം ഇലക്ട്രോണിക്സ് ആണ്. ചെറിയ വണ്ടികളും വലിയ വണ്ടികളും എല്ലാം കൂടുതൽ അവർ ഇലക്ട്രോണിക്സ് ആണ്. അതായത് സ്റ്റിയറിംഗിൻ്റെ അടിയിൽ ഒരു മോട്ടറിൽ നിന്നാണ് പവർ സ്റ്റിയറിംഗിന് വേണ്ട പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ വണ്ടിക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അന്നേരം വണ്ടി ഉള്ളവരെല്ലാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീലിൻ്റെ ഷെയ്ക്കാണ്. വീലിൻ്റെ ഷെയ്ക്ക് ഉണ്ടെങ്കിലാണ് വണ്ടിക്ക് സൗണ്ട് കാര്യങ്ങൾ കൂടുന്നത്. ആ സൗണ്ടിൽ നമ്മൾ ഓടിച്ചാലാണ് പുതിയ ടയറൊക്കെ ഇട്ടാലും ഒരു സൈഡ് ചെത്തിപ്പോകുന്നതും നമ്മൾ ലോങ് പോകുന്നത്, പ്രത്യേകിച്ച് ഹൈവേ പോകുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. അന്നേരം നമ്മൾ അലൈൻമെന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ട് ഷെയ്ക്ക് നോക്കിയ ശേഷം മാത്രമേ പണിയെടുത്താൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. എന്ത് പണിയെടുത്താലും നമ്മൾ വീലിന് ഇളക്കമുണ്ടോ ഷെയ്ക്ക് ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ അലൈൻമെന്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ചെറിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് ഒരു പ്രധാന സംഭവമാണ്. ഇപ്പം നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാതിരുന്നാൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയല്ല, പെട്രോൾ വണ്ടിയുടെ മെയിനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കട്ട പിടിച്ചിട്ട് നമ്മളിപ്പം സ്റ്റെയിനർ വഴി അടിയത്തെ പമ്പ് വഴിയാണ് ഓയിൽ വലിച്ചെടുത്തിട്ടാണ് മുകളിലോട്ട് വരുന്നത്. ആ പമ്പ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അറ്റാക്ക് പോലെ തന്നെ എഞ്ചിൻ കംപ്ലൈൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. അന്നേരം
വണ്ടിയുള്ളവർ ഇപ്പം മഴക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട നമുക്ക് തന്നെ അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം ഈ ഫീൽഡ് ആയതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും പങ്കുവെക്കുന്നവരും മാത്രമേ ഉള്ളൂ. വാഹനത്തിൽ പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളും ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. അതായത് പൂച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്കുള്ളിൽ കുറച്ച് ചൂടൊക്കെ കിട്ടുമ്പോൾ വണ്ടിക്കുള്ളിൽ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും പൂച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ പൂച്ച കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ ഓയിൽ ചേഞ്ചിനും ഒരു പൂച്ചേനെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മൃഗങ്ങളെയൊക്കെ പ്രത്യേകിച്ച് നോക്കുകയും ചെയ്യണം. എഞ്ചിനകത്തുണ്ട് ഇടയ്ക്ക് ബോണറ്റൊക്കെ തുറന്നു നോക്കുന്നതിലേക്ക് അതും കൂടി ശ്രദ്ധിക്കണം. എന്നാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ, എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് പ്രത്യേകിച്ച് പറയണം. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.